നമസ്കാരം, ദീപിക ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പോലീസ് പട്ടി ഷോയാണ് നടത്തുന്നതെന്ന് ആക്ഷേപിച്ച് മുൻ DGPയും BJP കൗൺസിലറുമായ R. ശ്രീലേഖ, കാപ്പ കേസ് പ്രതിയും BJP കൗൺസിലറുമായ R. സുഗതനെ അറസ്റ്റ് ചെയ്ത സംഭവമാണ് ശ്രീലേഖയെ ചൊടിപ്പിച്ചത്. മുൻ DGP ആയിരുന്ന വ്യക്തി പോലീസ് പട്ടി ഷോയാണ് നടത്തുന്നതെന്ന് അധിക്ഷേപിച്ചത് വിമർശനങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. CPM ഗുണ്ടാ വിളയാട്ടത്തിനെതിരെ നിലകൊണ്ടതുകൊണ്ടാണ് സുഗതൻ കാപ്പ കേസ് പ്രതിയായതെന്നവർ അവകാശപ്പെട്ടു. CPM ഭരണം മാറിയെങ്കിലും പോലീസ് മാറിയിട്ടില്ല. ആകാശത്തേക്ക് വെടിവെച്ച് മഫ്തിയിൽ വന്ന് ചീഫ് ഹീറോയിസം നടത്തിയ SHO വിപിൻ കമ്മ്യൂണിസ്റ്റ് ആണെന്നും ശ്രീലേഖ ഫേസ്ബുക്കിൽ കുറിച്ചു. സുഗതൻ ഗുണ്ടയല്ല, നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ്. സമൂഹത്തിലെ പുഴുക്കുത്തുകൾക്കെതിരെ അല്ലാതെ ഒരാൾക്കെതിരെയും സുഗതൻ പ്രവർത്തിച്ചിട്ടില്ല. നടന്നത് പോലീസിന്റെ പട്ടി ഷോയാണ്. CPM നേതാക്കൾ തിരക്കഥ എഴുതിയ നാടകമാണ് സുഗതന്റെ വീടിന് മുന്നിൽ അരങ്ങേറിയത്. ഇപ്പോഴും പോലീസ് ജില്ലാ അധികാരികൾ CPM അടിമകളാണെന്നും ശ്രീലേഖ കുറ്റപ്പെടുത്തി. മാസപ്പടി കേസിൽ മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകൾ വീണയ്ക്ക് വീണ്ടും ED സമ്മൻസ്. EDയുടെ കൊച്ചി സോണൽ ഓഫീസിൽ ബുധനാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകാനാണ് നിർദ്ദേശം. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ആവശ്യപ്പെട്ട് സമ്മൻസ് നൽകിയിരുന്നെങ്കിലും ആരോഗ്യ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി ഹാജരാകാനാകില്ലെന്ന് വീണ അറിയിക്കുകയായിരുന്നു. CMRL നിന്ന് എന്തിനു പണം ലഭിച്ചു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സഹിതം ഹാജരാകാനാണ് വീണയ്ക്ക് ED നൽകിയ നിർദ്ദേശം. ഇല്ലാത്ത ചെലവുകൾ കാണിച്ച് 132 കോടിയിലധികം രൂപയുടെ ക്രമക്കേട് CMRLുമായി ബന്ധപ്പെട്ട് നടന്ന SFIO കണ്ടെത്തലിലെ കള്ളപ്പണ ഇടപാടിലാണ് ED വീണയെ ചോദ്യം ചെയ്യാൻ വിളിച്ചത്. കോൺഗ്രസിന്റെ പിന്തുണയോടെ സ്വതന്ത്ര കൂട്ടായ്മ ഭരിക്കുന്ന പാലാ നഗരസഭയിലെ ഭരണം തുലാസിൽ. കോൺഗ്രസ് കൗൺസിലർമാരും സ്വതന്ത്ര കൂട്ടായ്മ അംഗങ്ങളും തമ്മിലുള്ള പോരാണ് ഭരണം തുലാസിലാക്കിയത്. UDF പാർലമെന്ററി പാർട്ടി യോഗത്തിൽ തന്നെ കയ്യേറ്റം ചെയ്യാൻ സ്വതന്ത്ര കൂട്ടായ്മ കൗൺസിലർ ബിനു പുളിക്കക്കണ്ടം ശ്രമിച്ചെന്ന് കാണിച്ച് കോൺഗ്രസിലെ ബിജു മാത്യൂസ് പോലീസിൽ പരാതി നൽകിയതോടെയാണ് ഭിന്നത മറനീക്കിയത്. നഗരസഭാ ചെയർപേഴ്സന്റെ ചേംബറിൽ നിന്ന് സുപ്രധാനമായ ഫയലും അതിനുള്ളിലിരുന്ന വിലപിടിപ്പുള്ള വാച്ചും മോഷണം പോയെന്ന് കാണിച്ച് ബിജുവിനെതിരെ ബിനുവിന്റെ മകളും ചെയർപേഴ്സണുമായ ദിയ ബിനുവും പോലീസിൽ പരാതി നൽകിയിരുന്നു. മാണി C. കാപ്പൻ MLAയുടെ വസതിയിൽ ചർച്ച നടന്നെങ്കിലും പ്രശ്നപരിഹാരമായിട്ടില്ല. ദിയയെ ഇനി പിന്തുണയ്ക്കാനില്ലെന്ന നിലപാടിലാണ് കോൺഗ്രസ് കൗൺസിലർമാർ. CPI വഴുതക്കാട് ബ്രാഞ്ച് സെക്രട്ടറി രാഹുൽ കുമാർ BJPയിൽ ചേർന്നു. മാരാർജി ഭവനിൽ നിന്നും BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLAയിൽ നിന്നും BJP അംഗത്വം സ്വീകരിച്ചു. AIYF തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയാണ് രാഹുൽ കുമാർ. പെരിന്തൽമണ്ണ സബ് ജയിലിന് മുന്നിൽ പോലീസിനെ വെട്ടിച്ച് പ്രതി കൈവിലങ്ങുമായി കടന്നു കളഞ്ഞു. കുറ്റ്യാടി മരുതോങ്കര സ്വദേശിയായ അമീറാണ് ജയിൽ കവാടത്തിന് മുന്നിലെത്തിയപ്പോൾ പോലീസിന്റെ കണ്ണു വെട്ടിച്ചോടി രക്ഷപ്പെട്ടത്. വ്യാഴാഴ്ച രാത്രി 8ഓടെയാണ് സംഭവം. കൊണ്ടോട്ടിയിൽ വെച്ച് MDMA കടത്തിയ കേസുമായി ബന്ധപ്പെട്ടാണ് അമീറിനെ പോലീസ് പിടികൂടിയത്. മയക്കുമരുന്ന് കേസിന് പുറമെ മറ്റ് നിരവധി ക്രിമിനൽ കേസുകളിലും ഇയാൾ പ്രതിയാണെന്നും പോലീസ് പറഞ്ഞു. സംസ്ഥാനത്ത് ഷിഗല്ല കേസുകളുടെ എണ്ണം കൂടുന്നു. വയനാട്ടിൽ 7 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. കോളിയാടി സ്കൂളിലെ കുട്ടികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ വയനാട്ടിൽ മാത്രം രോഗം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 16ആയി. ഷിഗല്ല കേസുകളിൽ അസാധാരണ സാഹചര്യമാണെന്നാണ് വിലയിരുത്തുന്നത്. 114 പേർക്കാണ് ഈ വർഷം രോഗം സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 54 പേർക്കാണ് രോഗം ബാധിച്ചത്. നിപ്പ രോഗബാധ സ്ഥിരീകരിച്ചതുമായി ബന്ധപ്പെട്ട് തനിക്കും കോഴിക്കോട് ജില്ലാ കളക്ടർക്കുമിടയിൽ യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളും ഉണ്ടായിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. എന്നാൽ പുതിയ കളക്ടറായതിനാൽ ചില പരിചയക്കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെന്നും മന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് തന്നെ പൂനെയിൽ നിന്ന് രോഗബാധ സ്ഥിരീകരിച്ചതായുള്ള റിപ്പോർട്ട് വന്നിരുന്നുവെന്നാണ് വ്യാഴാഴ്ച ജില്ലാ കളക്ടർ പറഞ്ഞത്. വൈകിട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മന്ത്രി K. മുരളീധരൻ പൂനെയിൽ നിന്നുള്ള ഫലം വന്നില്ലെന്ന് പറഞ്ഞതിന് പിന്നാലെയായിരുന്നു ജില്ലാ കളക്ടറുടെ വാർത്താ സമ്മേളനം. റിപ്പോർട്ട് വന്നത് മന്ത്രിയെ അറിയിക്കുന്നതിൽ കളക്ടർക്ക് പരിചയക്കുറവ് കൊണ്ട് വീഴ്ച വന്നെന്നാണ് മന്ത്രി ഇന്ന് പറഞ്ഞത്. വനം മന്ത്രി ഷിബു ബേബി ജോണിനെ അധിക്ഷേപിച്ച് CPM നേതാവ് MM മണി. ഷിബു ബേബി ജോൺ വിവരം കെട്ടവനാണെന്നും കടപ്പുറത്ത് കിടക്കുന്ന വനം മന്ത്രിക്ക് വനത്തെക്കുറിച്ച് എന്തറിയാമെന്നും മണി പരിഹസിച്ചു. വനവുമായി ബന്ധമുള്ളയാളെ വനം മന്ത്രിയാക്കണമായിരുന്നുവെന്നും മണി പറഞ്ഞു. മന്ത്രി K. മുരളീധരനെയും മണി അധിക്ഷേപിച്ചു. RSS മേധാവി മോഹൻ ഭഗത് സഞ്ചരിച്ചിരുന്ന ട്രെയിനിന് നേരെ കല്ലേറ്. ബീഹാറിലെ ഹാജിപ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപത്താണ് സംഭവം. ട്രെയിൻ ഹാജിപ്പൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പ്രവേശിക്കുന്നതിന് തൊട്ടു മുൻപ് അജ്ഞാതരായ ചിലർ കല്ലെറിയുകയായിരുന്നു. കല്ലേറിൽ ഒരു കോച്ചിന്റെ ജനൽ ചില്ല് തകർന്നു. ഡൽഹിയിൽ നിന്ന് ജൽപായ്ഗുരിയിലേക്ക് പോയ ശതാബ്ദി എക്സ്പ്രസ് ട്രെയിനിലാണ് RSS മേധാവി സഞ്ചരിച്ചിരുന്നത്. സംഭവത്തിൽ ആർക്കും പരിക്കുകളില്ല. ഇന്ത്യൻ ഷൂട്ടർ മനു ഭാക്കറിന്റെ പരിശീലകനും മുൻ ഏഷ്യൻ ഗെയിംസ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജസ്പാൽ റാണ അന്തരിച്ചു. ഡൽഹിയിലെ മാക്സ് ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം.
ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന ISSF ലോകകപ്പിനിടെ ജസ്പാലിന് നെഞ്ചുവേദനയും അസ്വസ്ഥതയും അനുഭവപ്പെട്ടിരുന്നു. ഇന്ത്യയിലേക്കുള്ള മടക്കയാത്രക്കിടയിലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇന്ത്യയിൽ എത്തിയതിനു പിന്നാലെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്നലെ രാത്രി അന്ത്യം സംഭവിച്ചു. ഫുട്ബോൾ ലോകകപ്പ് 2026 ആദ്യ മത്സരത്തിൽ മിന്നും വിജയം കുറിച്ച് ആതിഥേയരായ മെക്സിക്കോ. ദക്ഷിണാഫ്രിക്കയെ എതിരില്ലാത്ത 2 ഗോളുകൾക്കാണ് മെക്സിക്കൻ സംഘം തകർത്തത്. മത്സരത്തിന്റെ 9-ാം മിനിറ്റിൽ യൂലിയൻ കിനനോസിലൂടെ ലീഡ് നേടിയ മെക്സിക്കോ പിന്നീട് റോൾ ജിമനസിന്റെ ഗോളിലൂടെ വിജയമുറപ്പിച്ചു. 2-ാം മത്സരത്തിൽ കരുത്തരായ ചെക്ക് റിപ്പബ്ലിക്കിനെ വീഴ്ത്തി ദക്ഷിണ കൊറിയ. 1-2 ഗോളുകൾക്കാണ് കൊറിയൻ ജയം. കൊറിയയ്ക്ക് വേണ്ടി ഇൻ ബൂം ഹാങ്, ഓ ഹ്യൂൻ ഗ്യൂൻ എന്നിവർ ഗോളുകൾ നേടി. ലാഡിസ്ലാവ് ക്രെറ്റ്സിയാണ് ചെക്കിന്റെ ഏക ഗോൾ നേടിയത്. ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം 2-ാം പകുതിയിലാണ് കളി ആവേശമായത്. ഇതോടെ വാർത്തകൾ അവസാനിച്ചു. നന്ദി. സത്യസന്ധമായ വാർത്തകൾ അറിയാൻ ദീപിക ന്യൂസ് ഫോളോ ചെയ്യൂ.